ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് ക്രാഫ്റ്റ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നും കൂടി എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇതുപോലുള്ള ഫോം നെറ്റ് കവർ വെച്ചിട്ടാണ്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ നേരത്തെ 2-3 ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ സ്ട്രൈപ്സ് ഉള്ളത് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. ഇനി നമുക്ക് അടുത്തായിട്ട് ആവശ്യമുള്ളത് ഇതുപോലുള്ള ടിൻസിൽ വയറാണ്. ഇത് പല കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇത് വെച്ച് നമ്മൾ ഒരുപാട് ക്രിസ്മസ് ക്രാഫ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു കളറ് എടുത്തിട്ട് അതിൻ്റെ ഒരു എൻഡ് ഇതുപോലെ പിടിക്കുക. ഇനി നമുക്കൊരു 3 തവണ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അടുത്ത എൻഡും ഫസ്റ്റ് നമ്മൾ പിടിച്ചിരുന്ന ആ എൻഡും രണ്ടും കൂടിയിട്ട് ഇതുപോലെ ഒന്ന് 2-3 തവണ ഒന്ന് തിരിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഫോം നെറ്റ് ഇതുപോലെ ഒന്ന് ഓപ്പൺ ആക്കി കൊടുത്തിട്ട് സിസർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് ഒരു കർവ് ഷേപ്പായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മളിത് വെച്ച് ചെയ്യാൻ പോകുന്നത് ഒരു ബട്ടർഫ്ലൈ ആണ്. അപ്പോൾ ബട്ടർഫ്ലൈയുടെ ഷേപ്പ് കിട്ടാനായിട്ട് നമുക്ക് ഇതിൻ്റെ എൻഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു കർവ്ഡ് ഷേപ്പിൽ ആക്കിയെടുക്കണം. ആദ്യം ഒരു സൈഡ് കട്ട് ചെയ്തിട്ട് ഷേപ്പ് ആക്കി എടുക്കാം. എന്നിട്ട് അടുത്ത സൈഡ് ഇതുപോലെ തന്നെ ഒരേപോലെ കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ 2 സൈഡ് നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ 2 സൈഡ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈ ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ടിൻസിൽ വയറും കൂടി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പെന്നോ അല്ലെങ്കിൽ പെൻസിലോ എടുത്തിട്ട് ഇതുപോലെ ടിൻസിൽ വയർ ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ബട്ടർഫ്ലൈ വളരെ സിമ്പിളായിട്ടുള്ളൊരു ബട്ടർഫ്ലൈ ആണ്. അപ്പോൾ നമുക്കിതൊന്ന് ഭംഗിയാക്കി എടുക്കാനായിട്ട് ഇവിടെ ഞാൻ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള ഗ്ലിറ്റർ ഫോം ഷീറ്റിൻ്റെ പീസസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പേപ്പർ പഞ്ച് യൂസ് ചെയ്തിട്ട് ഇതുപോലെ പഞ്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ പാർസലൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന കണ്ടെയ്നറിൻ്റെ ലിഡാണിത്. ഇതും ഞാൻ ഇതുപോലെ പഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബട്ടർഫ്ലൈയുടെ മേലെയായിട്ട് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ പാർസൽ കണ്ടെയ്നറിൻ്റെ ലിഡ് വെച്ചിട്ട് നമ്മൾ പഞ്ച് ചെയ്തെടുത്തില്ലേ, അത് വെച്ച് ഡിസൈൻ ചെയ്തൊരു ബട്ടർഫ്ലൈ ആണ്. ഇതുപോലെ ഞാൻ 3 ബട്ടർഫ്ലൈ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ വെറുതെ കളയുന്ന ഫോം നെറ്റ് കവർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഭംഗിയുള്ള 3 ബട്ടർഫ്ലൈസ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നമ്മുടെ ഇന്നത്തെ ഈ ഫ്രൂട്ട്സിൻ്റെ ഫോം നെറ്റ് കവർ യൂസ് ചെയ്തിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ഇനി പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നും കൂടി എനേബിൾ ചെയ്തിടുക. നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർ ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി സർക്കിൾസിലുണ്ടെങ്കിൽ അവർക്കായിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പറയണേ. നമ്മളിന്ന് റെഡിയാക്കി എടുത്ത ഫോം നെറ്റ് ബട്ടർഫ്ലൈ ഞാനിതുപോലെ ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്തിട്ട് വാളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തേക്കാണ്. ഇതുപോലെ നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്തിട്ട് എവിടെ വേണമെങ്കിലും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ കാണാനും നല്ല ഭംഗിയാണ്. പിന്നെ ഇത് നമ്മൾ നേരത്തെ കുറേ മുമ്പ് ചെയ്തിട്ടുള്ള ഫോം നെറ്റിൻ്റെ ഫ്ലവേഴ്സാണ്. പിന്നെ സൺഫ്ലവർ സീഡിൻ്റെ ഷെൽ യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളൊരു വാൾ ഡെക്കറാണ്. ഇതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. സമയം കിട്ടുമ്പോഴേ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയ ക്രിയേറ്റീവ് ഐഡിയാസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.